ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത് ഒരു അച്ചാറാണ്. കളർ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്താ മനസ്സിലായിട്ടുണ്ടാവും. ബീട്രൂട്ട് അച്ചാറാണ്. ബീട്രൂട്ടും ക്യാരറ്റും ഈത്തപ്പഴമൊക്കെ അടങ്ങിയിട്ടുള്ള ഈ ഒരു അച്ചാർ കുറച്ച് സ്വീറ്റ്നെസ്സൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയിട്ടുള്ള അച്ചാറാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഒരു 20ഓളം ഈത്തപ്പഴം ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതുപോലെ ചൂടുവെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ അതായത് നന്നായിട്ട് തന്നെ സോക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ്. ഞാൻ ഇവിടെ 3 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്, അതുപോലെ 2 ക്യാരറ്റും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ തൊലി കളഞ്ഞിട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കുകയോ ചെയ്യാം. ഇതുപോലെ ഒരു ചോപ്പറിലാണ് ചോപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി ചൂട് കട്ടിയുള്ള ഒരു പാൻ എടുക്കുക. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇപ്പോൾ ഇത് തയ്യാറാക്കിയെടുക്കുന്നത്. കൂടുതൽ കാലം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നല്ലെണ്ണയിൽ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയും ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് ഒരു 3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുക്കുക. ചെറിയ വെളുത്തുള്ളി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക കേട്ടോ. അതും ഒരു 3 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്കൊരു 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ച് സമയം ചെറിയ തീയിലിട്ടിട്ടൊന്ന് മൊരിപ്പിച്ചെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം കേട്ടോ. ഈ രീതിയിലായിട്ട് വരുമ്പോൾ നമുക്കതിലേക്ക് ബീട്രൂട്ട് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് ഇതായതുപോലെയാണ് നമ്മൾക്കതിൽ ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അച്ചാർ പൊടിയൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല കേട്ടോ. ഞാൻ സാധാരണ നമ്മുടെ മുളക് പൊടി ഉണ്ടല്ലോ അതാ ചേർക്കുക. അതിന് മുമ്പ് ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കുക, പിന്നീട് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുക്കുക. മുളക് പൊടി ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ബീട്രൂട്ടൊക്കെ ഒന്നങ്ങോട്ട് ചൂടായി വാടി വരണം കേട്ടോ. ഒന്നങ്ങ് കുക്കായിട്ട് വരണം. ഒരുപാട് അങ്ങോട്ട് വെന്ത് കുഴയും വേണ്ട. ആ രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതൊന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈത്തപ്പഴം ഇതുപോലെ അങ്ങ് ഫുള്ളായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുക കേട്ടോ. വെള്ളമൊക്കെ മുഴുവനായിട്ട് അത് സോക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈത്തപ്പഴം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ ഇതുണ്ടല്ലോ, ഞാൻ ഇതുപോലത്തെ അച്ചാറൊന്നും ഒരുപാട് ദിവസം പുറത്ത് സൂക്ഷിക്കാറൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കൽ. എന്നാൽ നമുക്ക് എത്ര കാലം വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ അതിലേക്ക് ഉപ്പ് കുറവാന്ന് തോന്നിയപ്പോൾ കുറച്ചുകൂടെ ഉപ്പൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കരുത്. നമ്മൾ ഫുൾ വിനാഗിരിയാണ് കേട്ടോ അതിൻ്റെ ലൂസാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ വിനാഗിരി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ആ ഒരു തിക്നെസ്സിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ചൂടാറുന്ന സമയത്ത് ഒന്നും കൂടെ തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ വിനാഗിരിയൊക്കെ ചേർത്തൊന്ന് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈത്തപ്പഴമൊക്കെ ചേർത്തുകൊണ്ട് ഓൾറെഡി ഇത് മധുരം തന്നെ ആയിരിക്കും. പക്ഷേ പഞ്ചസാര കൂടെ 1 ടേബിൾ സ്പൂൺ ചേർക്കുമ്പോണ്ടല്ലോ പ്രത്യേക ഒരു ടേസ്റ്റ് ബാലൻസ് ആയിട്ട് കിട്ടും കേട്ടോ. അതുകൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ. അതൊരു 1/2 ടീസ്പൂൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ അച്ചാറിൻ്റെ പണി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലൊരു സ്മെല്ലൊക്കെ വരും കേട്ടോ. അതും കൂടെ ചേർത്ത് നമുക്ക് ഈ ഒരു അച്ചാറിന്. അപ്പോൾ അതാ നമ്മുടെ കിഡ്ലൻ ടേസ്റ്റി ആയിട്ടുള്ള ബീട്രൂട്ട് ക്യാരറ്റ് ഈത്തപ്പഴം അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. നന്നായിട്ട് ചൂടാറിന് ശേഷം നല്ല ഡ്രൈ ആയിട്ടുള്ള ബോട്ടിൽ ഇത് നമുക്ക് എടുത്ത് വെക്കാം. ഞാൻ പുറത്ത് ഒരാഴ്ചയൊക്കെ വെക്കാറുള്ളൂ കേട്ടോ ഇതുപോലത്തെ അച്ചാർ. അപ്പോഴേക്കും ഇത് തീരും. ഒന്നാമത് സ്വീറ്റ് പിക്കിൾസൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാട്ടോ ഞാൻ. പിന്നെ നിങ്ങൾ പിന്നെയും സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഇതുപോലെ ബോട്ടിലായിട്ട് സൂക്ഷിച്ച് വെക്കാം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാത്തവർ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. ഇൻഷാ അല്ലാ പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക്